ഇവളിനി ഈ വീട്ടിൽ വേണ്ട. ഇറങ്ങി പോടി ഇവിടുന്ന് പോ. രോഹിത്തെ, കഴുത്തിന് പിടിച്ച് ഇവളീ വളപ്പിന് പുറത്താക്കിയിട്ട് ഏതെങ്കിലും ഓടയിലോ കാനയിലോ കൊണ്ടുപോയി തള്ളു. ഇവൾക്കൊക്കെ ഇണങ്ങിയ സ്ഥലം അതാ. കൊണ്ടുപോ. ഇല്ല സത്യമേ, വ്രതമിരിക്കുമ്പോ ചിക്കൻ ബിരിയാണി വേണമെന്ന് ശ്യാമ പറഞ്ഞാണ് കുറ്റമെങ്കിൽ അതിന് ഉത്തരവാദി ഇവളല്ല. പിന്നെ എടാ, പിന്നെ ആരാണെന്ന്? ഞാനാ. എനിക്ക് വേണ്ടിയാ ശ്യാമ ബിരിയാണി വേണമെന്ന് പറഞ്ഞത്. സത്യമേക്ക് അറിയല്ലോ ശാരദാമ്മയുടെ മക്കൾക്കൊന്നും നോൺ വെജ് ഇഷ്ടമല്ലെന്ന്. എനിക്കിഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് ശ്യാമ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചിക്കൻ ബിരിയാണിയാണെന്ന്. ശ്യാമ ഇതുവരെ കഴിച്ചിട്ടില്ല. നമുക്ക് ഇന്ന് തന്നെ ഒരെണ്ണം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു. വ്രതമല്ലേ, എങ്ങനെയാ കഴിക്കാന്ന് ശ്യാമ ചോദിച്ചു. അതൊന്നും സാരമില്ല, നമുക്ക് കഴിക്കാന്ന് ഞാനാ പറഞ്ഞത്. ഞാനൊരു തമാശ പറഞ്ഞതാ. ശ്യാമ അത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. തമാശയായിരുന്നു അല്ലേ? എന്നാ ഇതും കൂടി നീ അങ്ങ് തമാശയായിട്ട് കൂട്ടിക്കോടാ. ഇമ്മാതിരി തമാശ ഇനി ആവർത്തിച്ച ശിക്ഷ നിനക്കായിരിക്കും. ഇവൾക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണത് നീയല്ലടാ. സോറി സത്യമേ. ഡാ, നീ മാപ്പ് പറയേണ്ടത് എന്നോടല്ല, ദേ ഇവളോടാ. കാര്യം അറിയാതെ ഞാൻ ഈ പാവത്തിനെ ഉപദ്രവിച്ചു. പറയടാ. അമ്മ എന്താ ഇത്? രോഹിത് എന്തിനാ ഇപ്പൊ ശ്യാമയോട് മാപ്പ് പറയുന്നേ? ഡാ, തെറ്റ് ആരുടെ ഭാഗത്തു നിന്നായാലും അവര് മാപ്പ് പറയണം വിഷ്ണു. അതാ ഇവിടുത്തെ കീഴ്വഴക്കം. അതിനി ഞാനായാലും നീ ആയാലും. പറയടാ. ഞാൻ മാപ്പ് പറയാൻ സത്യമേ.